ഹായ് ഓൾ, വെൽക്കം ടു അമ്മൂസ് ആൻഡ് അപ്പൂസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ച ഒരു പാവയ്ക്ക കറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാവയ്ക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണിത്. ഇതേപോലെ ചെറിയ 4 സവാള, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 4-5 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഞാനിവിടെ പാവയ്ക്ക കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതേ രീതിയിലാണ് ഞാൻ പാവയ്ക്ക കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ പാവയ്ക്ക ഇതേ രീതിയിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള എങ്ങനെ അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ സവാള ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി തേങ്ങ വറുത്തത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ വറുത്തെടുത്തതാണ്, അതുകൊണ്ട് വറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വറക്കാത്തതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാത്രം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കറിയുടെ ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ചിലർക്കൊക്കെ കയ്പ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വഴറ്റിയാൽ മതിയാകും. അപ്പോൾ ഇതൊരുവിധം നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറി ഒന്ന് തിളയ്ക്കണം. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പാവയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിനി വേണമെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാം. ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും വരാം. താങ്ക് യു.